Next one, adjusting entries ആണ്. അതിലെ first one ആണ് outstanding expenses. An expense for the current accounting period should be debited. അതായത് current accounting periodലുള്ള expense എന്ന് പറഞ്ഞാൽ increasing expense ആണ്. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. In case the same expense is not paid during the year, it becomes outstanding for the particular year. അപ്പോൾ ഒരു same accounting yearൽ അത് ആ expenses എന്താണ് നമ്മൾ പെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആ ഇയറിലെ ലൈബിലിറ്റി ആണ്. സോ ദ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. ഇഫ് സാലറി ആർ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 5,000 ഫോർ ഡിസംബർ 2014, ദെൻ എൻട്രി ആണ് പറയുന്നത് 5,000 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 5,000 ക്രെഡിറ്റ് ചെയ്യുന്നു. Then salary account debtor 5,000 to salary outstanding account 5,000. The narration, salaries remaining unpaid for the month of December. അതാണ് നരേഷൻ കൊടുത്തിരിക്കുന്നത്. ഡിസംബറിൽ സാലറി അൺപെയ്ഡ് ആണ്, പെയ്ഡ് ചെയ്തിട്ടില്ല. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. This is an expenses relating to the next year that has been paid in advance during the current year. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷത്തെ എക്സ്പെൻസസ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ വർഷം തന്നെ പെയ്ഡ് ചെയ്തു. അതായത് കറന്റ് ഇയറിൽ ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസ് കറന്റ് ഇയറിൽ പെയ്ഡ് ചെയ്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ് ഫോർ ദി ഇയർ. It should be treated as an asset in the current year as the service will be received only in the next year. അതായത് ഇത് അസറ്റ് ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ഇയറിലാണ് അത് കൊടുക്കേണ്ടത്, പക്ഷെ ഇയറിൽ റിസീവ് ചെയ്യണമെങ്കിൽ അതൊരു അസറ്റ് ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് accrued income. In case income has been earned but it has not been received till now, it is an accrued income. Accrued income എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺ ചെയ്തു, പക്ഷെ അത് എന്ത് ചെയ്യുന്നു, till now റിസീവ് ചെയ്തിട്ടില്ല. അതാണ് accrued income എന്ന് പറയുന്നത്. അതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഡെബിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, റെന്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ മന്ത് നവംബർ 4,000. എൻട്രി എന്ന് പറയുന്നത് accrued rent account debtor 4,000 to rent account 4,000. The narration, being rent due but not yet received for the period. അപ്പോൾ റെന്റ് എന്താണ്, നമ്മൾ ഇതുവരെ ഈ പീരീഡിൽ റിസീവ് ചെയ്തിട്ടില്ല. അതാണ് നരേഷൻ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. Whenever income is received in advance during the current year, that is, it is received for the next year, it should not be included in the current year's income. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് റിസീവ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് എന്ത് ചെയ്തു, കറന്റ് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തു. അതുകൊണ്ട് അതിന് എന്താണ്, നമ്മൾ ഈ ഇയറിൽ കറന്റ് ഇയേഴ്സ് ഇൻകത്തിൽ കൂട്ടുന്നില്ല, അതിന്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നില്ല. ആസ് ദിസ് ഇൻകം പെർട്ടേൺസ് നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് ഇയറിലെ ഇൻകം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദി കറന്റ് ഇയർ. കറന്റ് ഇയറിലെ ഇൻകം ആയിട്ടും അത് കാണിക്കില്ല, പക്ഷെ എന്താണ്, അത് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നു. സോ എന്താണ്, റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, if rent received in advance for the period January and February 2015 in December 2014 9,000. റെന്റ് റിസീവ് ചെയ്തത് 9,000 ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ റെന്റ് നമ്മൾ അഡ്വാൻസ് ആണ് റിസീവ് ചെയ്തത്, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നരേഷൻ, rent received in advance for January and February 2015 in the month of December 2014. അപ്പൊ ജാനുവരി ഫെബ്രുവരിയിലേക്ക് നമ്മൾ റിസീവ് ചെയ്യേണ്ട റെന്റ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഡിസംബറിൽ റിസീവ് ചെയ്തത്. അതുകൊണ്ട് അത് എന്താണ്, ലയബിലിറ്റി ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്തു, റെന്റ് റിസീവ്ഡ് അഡ്വാൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു 9,000. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ജേണൽ. അപ്പൊ ജേണല് നോർമലി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, സ്പെഷ്യൽ ജേണലും ജേണൽ പ്രോപ്പറും. അപ്പൊ എന്താണ് സ്പെഷ്യൽ ജേണൽ എന്ന് നോക്കാം. ആർ ദോസ് ജേണൽ വിച്ച് ആർ മീൻഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ദി ട്രാൻസാക്ഷൻ ഓഫ് റിപ്പീറ്റേറ്റീവ് നേച്ചർ ഓഫ് പർട്ടിക്കുലർ ടൈപ്പ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് എന്ത്, ജേണൽ.
സ്പെഷ്യൽ ജേണലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ മേ ബി റെക്കോർഡഡ് ഇൻ ദ വൺ ബുക്ക് ആൻഡ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഇൻ അനദർ ബുക്ക് ആൻഡ് സോ ഓൺ. അപ്പൊ എന്താണ്, ട്രാൻസാക്ഷന്റെ നേച്ചറിന് അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ നേച്ചറിന് അനുസരിച്ചും ജേണലിനെ തരംതിരിച്ചിരിക്കുന്നതിനെയാണ് സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു ബുക്കിലും ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് അനദർ ബുക്കിലാണ് എന്ത് സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ ജേണലിനെ തരംതിരിച്ചിട്ടുണ്ട്, പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ജേണൽ ഒരു ക്യാഷ് ബുക്ക്. അപ്പൊ നെയിം മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ക്യാഷ് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ മാത്രമാണ് എന്ത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതായത് ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റ്സും മാത്രമാണ് എന്ത് ഈ ക്യാഷ് ജേണലിൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ബുക്ക് ഹെൽപ്പ് us to know the balance of cash in hand at any point of time. അപ്പോൾ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിൽ എത്രത്തോളം ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഈ ഒരു ബുക്കിന്റെ സഹായത്തോടെ സാധിക്കും. ഇനി ഈ ക്യാഷ് ജേണലിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സിമ്പിൾ ക്യാഷ് ബുക്ക്. സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒള്ളി ക്യാഷ് റെസിപ്റ്റും പേയ്മെന്റും, നമുക്ക് ക്യാഷ് കിട്ടിയതും കൊടുത്തതും മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അതൊരു ഓർഡിനറി ക്യാഷ് അക്കൗണ്ട് ആണ്. ഇനി ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ഒരു കോളം കൂടി ഉണ്ടായിരിക്കും ബാങ്കിന്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട്. ദിസ് ബുക്ക് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ബാങ്ക് ട്രാൻസാക്ഷൻ. ബാങ്ക് ട്രാൻസാക്ഷനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത്, ഇനി സ്പെഷ്യൽ ജേണലിന് ക്യാഷ് ജേണൽ എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പർച്ചേസ് ജേണൽ ഓർ പർച്ചേസ് ബുക്ക്. ദിസ് മീൻ ഫോർ റെക്കോർഡിംഗ് ഓൾ ദി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് only as cash purchase of goods are recorded in the cash book. അപ്പൊ എന്താണ്, പർച്ചേസ് ജേണലിൽ എന്താണ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇൻ ദിസ് ജേണൽ പർച്ചേസ് ഓഫ് അതർ തിങ്സ് ലൈക്ക് മെഷീനറി, ടൈപ്പ് റൈറ്റർ, സ്റ്റേഷനറി എക്സെട്ര ആർ നോട്ട് റെക്കോർഡഡ്. ഗുഡ്സ് മീൻസ് ആർട്ടിക്കിൾസ് മീൻ ഫോർ ട്രേഡിംഗ് ഓർ ആർട്ടിക്കിൾസ് ഇൻ വിച്ച് ദ ബിസിനസ് ഡീൽസ്. അപ്പൊ എന്താണ്, സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന തിങ്സ് ഗുഡ്സ് എന്താണ് പറയുന്നത്, മെഷീനറി, ടൈപ്പ് റൈറ്റർ, സ്റ്റേഷൻ, ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ക്രെഡിറ്റ് ആയിട്ട് വരുന്ന എന്താണ് ട്രാൻസാക്ഷൻസ് ആണ് എന്ത് പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് സെയിൽസ് ജേണൽ ഓർ സെയിൽസ് ബുക്ക്. ദിസ് ജേണൽ ഈസ് മീൻ ഫോർ റെക്കോർഡിംഗ് ഓൾ ദി ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദ ഫേം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഒരു ഫേം എത്രത്തോളം ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടോ അത് മാത്രമാണ് എന്ത് സെയിൽസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്യാഷ് സെയിൽസ് ആർ റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് സെയിൽസ് എന്താണ് ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ അത് അതർ ദാൻ ദ ഗുഡ്സ് ഡീലിംഗ് ലൈക്ക് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, മെഷീനറി എക്സെട്ര ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി സെയിൽസ് ജേണൽ. അപ്പൊ എന്താണ്, ഓൾഡ് ഫർണിച്ചർ, മെഷീനറി സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് ജേണലിൽ കാണിക്കുന്നില്ല. ഇനി നാലാമത്തെ ടൈപ്പ് ആണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വാർഡ് ജേണൽ. ഇവിടെ എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത ബയർ അത് സപ്ലയർക്ക് തന്നെ അത് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് റിട്ടേൺ അടിക്കുകയാണെങ്കിൽ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. അങ്ങനെയുള്ള പർച്ചേസ് റിട്ടേൺ മാത്രമാണ് ഇത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതിനെ റിട്ടേൺ ഔട്ട്വേർഡ് ജേണൽ ഓർ ബുക്ക് എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇനി സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺസ് ഇൻവേർഡ്സ് ജേണൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് സോൾഡ് ചെയ്ത ഗുഡ്സ് അത് ബിസിനസ്മാൻ തന്നെ റിട്ടേൺ അടിക്കുന്നതിനെയാണ് എന്ത് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെ റിട്ടേൺ അടിച്ച ട്രാൻസാക്ഷൻസ് മാത്രമാണ് എന്ത് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്സ് ഇൻവേർഡ്സ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അടുത്തത് ബിൽസ് റിസീവബിൾ ജേണൽ ഓർ ബുക്ക്. When goods are sold on credit and the date and period of payment is agreed upon between the seller and the buyer, this is duly signed by both the parties. This written document is called bill of exchange. അതായത് ഒരു ഗുഡ്സ് ക്രെഡിറ്റില് സെയിൽ നടത്തി കഴിഞ്ഞാൽ ആ ബയറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഇത്രയും ടൈം പീരീഡിനുള്ളിൽ അത് പേ ചെയ്യാം എന്ന് പറയുന്ന രണ്ടുപേരും സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം അത് ബിൽസ് റിസീവബിളും ബയറിനെ സംബന്ധിച്ചിടത്തോളം അത് ബിൽസ് പേയബിളും ആയിരിക്കും. അപ്പൊ സെല്ലർ എന്തായിരിക്കും അത് ബിൽസ് റിസീവബിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയും ബയർ അത് ബിൽസ് പേയബിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബിൽസ് പേയബിൾ ജേണൽ. അത് എന്താണ്, ബില്ല് പേ ചെയ്യാൻ ഒരു സെല്ലർ
സെല്ലർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു, സെല്ലർ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ബിൽസ് റിസീവ്ഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ബയർ ആണെങ്കിൽ അത് ബിൽസ് പേയബിൾ ബുക്കിലുമാണ് എന്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ജേണൽ പ്രോപ്പർ. അപ്പൊ നമ്മൾ പറഞ്ഞു ജേണൽ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന്. ഫസ്റ്റ് തന്നെ സ്പെഷ്യൽ ജേണലും ജേണൽ പ്രോപ്പറും ആണ്. സ്പെഷ്യൽ ജേണലിൽ വരുന്ന ടൈപ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതാണ് ജേണൽ പ്രോപ്പർ. This journal is meant for recording all the such transaction for which no special journal has been maintained in the business. അപ്പോൾ സ്പെഷ്യൽ ജേണലിൽ വരാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് in the journal properly നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. For example, if machinery is purchased on credit, it will be recorded in the journal proper. അപ്പോൾ മെഷീനറി ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നു. ബിക്കോസ് ഇൻ ദ ക്യാഷ് ബുക്ക് we will record only cash purchase of machinery. അപ്പോൾ ക്യാഷ് ബുക്കിലാണെങ്കിൽ എന്താണ്, നമ്മൾ ക്യാഷ് പർച്ചേസ് മാത്രമാണ് എന്ത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സിമിലർലി മെനി അതർ ട്രാൻസാക്ഷൻ which do not find their place in special journal will be recorded in journal proper. അപ്പോൾ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യാത്ത, സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാത്ത എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സെട്ര. Prepaid expenses, prepaid rent, salary paid in advance, income received in advance, rent received in advance, interest received in advance, etc. Accrued incomes, commission yet to be received, interest yet to be received. Ni interest on capital, depreciation, credit purchase and credit sale of fixed asset, machinery, avam furniture avam, bad debts, goods taken by the proprietor for personal യൂസ്. ഇതെല്ലാമാണ് இந்த ജേണൽ പ്രോപ്പറിൽ നമ്മൾ കാണിക്കുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. വർക്ക്ഷീറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് ജേണൽ, ഇതിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട്. ഇത് പേജ് 82-ലുണ്ട്. ഇനി ഫോർമാറ്റ്, ജേണലിന്റെ ഫോർമാറ്റ് പേജ് 83-ലുണ്ട്. പിന്നെ എന്താണ് പ്രോസസ് ഓഫ് ജേണലൈസിങ്, അതിന്റെ സ്റ്റെപ്സ് പേജ് 85-ല്. അതുപോലെ തന്നെ കോമ്പൗണ്ട് എൻട്രീസ് പേജ് 90-ല്. പിന്നെ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി വിത്ത് എക്സാമ്പിൾ പേജ് 93-ലുണ്ട്. ജേണലിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ജേണലും ജേണൽ പ്രോപ്പറും. അതിന്റെ രണ്ട് നമ്മുടെ ഡിഫറൻസും പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതും പേജ് 97-ലുണ്ട്. ഇനി ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് മിസ്റ്റർ അക്ഷയ്. ഈ പ്രോബ്ലം ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതില് നോക്കാതെ. അടുത്തത് 8th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ യൂസിങ് മോഡേൺ അപ്രോച്ച് ഫോർ ക്ലാസിഫിക്കേഷൻ 2020. അപ്പൊ ഈ ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് എബോ അനാലിസിസ് ക്വസ്റ്റ്യൻ 18 ജേർണലൈസ് ദം. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ അനാലിസിസിന്റെ ബേസിൽ അത് ജേർണലൈസ് ചെയ്യാനാണ് പറയുന്നത്. അതിന്റെ ആൻസർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിസിറ്റ് എനി ഷോപ്പ് ഇൻ യുവർ നെയ്ബർഹുഡ്, ആസ്ക് ഹിം ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ഹി ഹാസ് ഡൺ ഇൻ ദി പ്രീവിയസ് വീക്ക്, സെലക്ട് എനി 5 ആൻഡ് പാസ് ജേർണൽ എൻട്രീസ്. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അവരോട് ഒരു പ്രീവിയസ് വീക്കിൽ ഉണ്ടായിരുന്ന ഒരു ട്രാൻസാക്ഷൻസ് ഒരു 5 എണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ജേർണൽ എൻട്രീസ് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.